ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് അടിത്തറ പാകിയത് CH മുഹമ്മദ് കോയയാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ്. SSLC +2 വിജയികൾക്ക് ചാമക്കാല ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റി ഏർപ്പെടുത്തിയ CH മുഹമ്മദ് കോയ സാഹിബ് MK ഹസനലി ഹാജി PM അബ്ദു ഹാജി മെമ്മോറിയൽ അവാർഡ് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു മനുഷ്യന് തന്റെ പുരുഷായുസ്സിൽ എന്തൊക്കെ ചെയ്തു തീർക്കാൻ കഴിയുമോ അത് മുഴുവൻ ചെയ്തു തീർത്തിട്ടാണ് മഹാനായ CH നമ്മളോട് വിട പറഞ്ഞത്. ജൂലൈ മാസമാണ്, സെപ്റ്റംബർ ആയാൽ മഹാനായ CH മരിച്ച ആ അനുസ്മരണ ദിനം കടന്നു വരികയാണ്. CH മുഹമ്മദ് കോയ സാഹിബ് എന്താണ് ഈ സമൂഹത്തിന് ചെയ്തതെന്ന് ചോദിച്ചാൽ ഒരു ദിവസം പറഞ്ഞാലും തീരാത്തത്ര നന്മകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ ചാമക്കാല ഹൈസ്കൂൾ ഉൾപ്പെടെ വാടാനപ്പള്ളി ബീച്ചിലെ ഹൈസ്കൂൾ ഉൾപ്പെടെ രാജ്യത്തെ മുഴുവൻ ചെറുതും വലുതുമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത് മഹാനായ CHന്റെ കാലഘട്ടത്തിലാണ്. ആ ചെറിയ വിദ്യാലയങ്ങൾ മാത്രമല്ല, നിങ്ങളിപ്പോ +2 കഴിഞ്ഞ് നിങ്ങൾ ഡിഗ്രിക്ക് ചേർന്നാൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായിരിക്കും. ആ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജുകളിലായിരിക്കും. 1967 വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായപ്പോ മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് കൊണ്ടുവന്നതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അന്ന് തിരുവനന്തപുരത്ത് മാത്രമാണ് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മലബാർ പ്രദേശത്തുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് ഒരു യൂണിവേഴ്സിറ്റി ആവശ്യമാണ്. അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി. പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കൊച്ചി ശാസ്ത്ര സാങ്കേതിക യൂണിവേഴ്സിറ്റിയും കേരള ജനതയ്ക്ക് സമ്മാനിച്ചത് CH എന്ന വിദ്യാഭ്യാസ മന്ത്രിയാണ്. കേരളത്തെ ആഗോള വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്ന മുഖ്യമന്ത്രി VD സതീശന്റെ പ്രഖ്യാപനത്തെ കേരളത്തിലെ വിദ്യാഭ്യാസ സമൂഹം ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണെന്നും ഹാറൂൺ റഷീദ് പറഞ്ഞു. ശാഖാ പ്രസിഡന്റ് PK ഹംസ അധ്യക്ഷത വഹിച്ചു. പിന്നോക്കം നിന്നിരുന്ന പ്രദേശങ്ങളെ വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം നൽകുന്നതിൽ മുന്നിൽ നിന്ന്, അല്ലെങ്കിൽ ഈ പ്രദേശത്തിന് വേണ്ടി ഒരു വിദ്യാലയം അതിൻ്റെ ഏറ്റവും അന്നത്തെ ഉയർന്ന തലത്തിലുള്ള ഹൈസ്കൂളാക്കി ഉയർത്തുന്നതിൽ ഏറെ പങ്കുവച്ച ഒരു നേതാവായിരുന്നു CH. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്മിജി ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായി. ഈ ഒരു മൊമെന്റോ നിങ്ങൾക്ക് തരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നിങ്ങൾക്കിത് തന്നത് കൊണ്ട് ഈ ഒരു കമ്മിറ്റിക്കുള്ള നേട്ടം എന്താണ്? ഇതെല്ലാ വർഷവും തരുന്നുണ്ട്, എല്ലാവരും വാങ്ങിക്കൊണ്ടുപോകുന്നു. 200 150 രൂപയ്ക്ക് കിട്ടുന്ന ഒരു മൊമെന്റോ നിങ്ങളത് വീട്ടിൽ ഷെൽഫിൽ കൊണ്ടുപോയി വെക്കുന്നു. 2-3 ദിവസം ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും. ഇന്ന് കിട്ടുന്ന ഈ ഒരു മൊമെന്റോ വാട്സപ്പിലും ഫേസ്ബുക്കിലും റീൽസൊക്കെ ഇട്ട് നിങ്ങൾ വളരെ സന്തോഷത്തോടെ കൂടെ നിൽക്കും. ഇത് കിട്ടുന്ന സമയത്ത് ഉപ്പാക്കും ഉമ്മാക്കും മൂത്താപ്പയ്ക്കും ഇളാപ്പയ്ക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. ഇങ്ങനെ ഒരു കമ്മിറ്റി ഞങ്ങൾക്ക് ഒരു മൊമെന്റോ തന്നു. ഒരു 4 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ മുന്നുകൂടെ വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ സന്തോഷമൊന്നുമില്ല. ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നൊരു തോന്നലായിരിക്കും. വീണ്ടും അതിങ്ങനെ കഴിഞ്ഞ് കുറച്ച് മാസം കൂടെ കഴിയുന്ന സമയത്ത് ഒന്നിങ്ങനെ നോക്കും. അപ്പോഴത്തേക്ക് അതിൽ മാറാല പിടിച്ച് പൊടി പിടിച്ച് കഴിഞ്ഞു. അതുപോലെ ആയിരിക്കരുത് നിങ്ങളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. 10ാം ക്ലാസ്സിൽ 8ാം ക്ലാസ് മുതൽ നിങ്ങൾ 10ാം ക്ലാസ് വരെ ട്യൂഷനും പോയി കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത് 10ാം ക്ലാസ്സിൽ A+ മാത്രമല്ല, ചിലപ്പോൾ A കിട്ടിയിട്ടുണ്ടാവില്ല, ജസ്റ്റ് പാസ്സായ കുട്ടികളുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് ആ ഹാർഡ് വർക്ക് ഉണ്ടല്ലോ, നിങ്ങൾ ഈ 1 മാസത്തോളം ചെയ്ത കഷ്ടപ്പാട്, ഊണും വർക്കവും കഴിച്ച് അമ്മയും അച്ഛനും ഉമ്മയും ഒക്കെ പുറകെ നടന്ന് ചീത്തയും പറഞ്ഞ് കല്യാണത്തിനും പോകാൻ സമ്മതിക്കാണ്ട്, കസിൻ്റെ വീട്ടിലും പോകാൻ സമ്മതിക്കാണ്ട്, ആ ഒരു റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചെയറും വെച്ച് അവിടെ ഇരുത്തി, നിങ്ങൾക്ക് ഓർമ്മ വരും. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ മൈൻഡിൽ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും അല്ലേ? ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്തിയിരിക്കുമ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫോണിൽ നിങ്ങൾ
നിങ്ങൾ എൻറോൾ നമ്പർ അടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷപൂർവ്വം കിട്ടുന്ന ഒരു സ്കോർ ഉണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ചത്. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായിരിക്കും. അപ്പോൾ ആ ചെയ്ത ഹാർഡ് വർക്ക് ഒരിക്കലും ഇതുപോലെ മാറാലെ പിടിച്ച് ആ ഷെൽഫിൻ്റെ ഉള്ളിൽ കിടക്കാൻ പാടില്ല. ചാമക്കാല മഹല്ല് ഖത്തീബ് ഷുഹൈബ് ഹുദവി പ്രാർത്ഥന നടത്തി. മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് PA മൊയ്തു, മണ്ഡലം സെക്രട്ടറി സലീം പുറക്കുളം, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് EK മുഹമ്മദ് ഹാജി, പഞ്ചായത്ത് സെക്രട്ടറി AM മൻസൂർ, പഞ്ചായത്ത് ട്രഷറർ PK ഷംസുദ്ദീൻ, ജില്ലാ കൗൺസിൽ അംഗം PK മുഹമ്മദ് അലി ഹാജി, മുൻ വാർഡ് മെമ്പർ KS അനിൽകുമാർ, കോൺഗ്രസ് നേതാവ് IB വേണുഗോപാൽ, മുസ്ലിം ലീഗ് മുതിർന്ന നേതാവ് BB മുഹമ്മദ് ഹാജി, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AC അബ്ദുൽ കരീം, മുസ്ലിം ലീഗ് ശാഖാ സെക്രട്ടറി സൈഫുദ്ദീൻ ഹുസൈൻ പടിയത്ത്, വനിതാ ലീഗ് നേതാക്കളായ രഹന റഷീദ്, താഹിറ ഉമർ, സുഹൈറ, സുൽഫത്ത്, ഷൈജ എന്നിവർ സന്നിഹിതരായിരുന്നു. എന്തോ എന്റെ കണ്ണന് വെച്ച ഉടയാട കിട്ടോ? പിന്നല്ലാതെ എല്ലാ വിഗ്രഹങ്ങൾക്കുള്ള ഉടയാടകളുണ്ട്. ഓരോ ദൈവിക രൂപത്തിനും ക്ഷേത്ര വിഗ്രഹങ്ങൾക്കാകട്ടെ പൂജാമുറികളിലുള്ള വിഗ്രഹങ്ങൾക്കായാലും ഭക്തി സൗന്ദര്യം നൽകുന്ന നിരവധിയായിട്ടുള്ള ഉടയാടകളും ആഭരണങ്ങളും ഇവിടെയുണ്ട്. ഓരോ വീടിന് അനുയോജ്യമായിട്ടുള്ള പൂജാമുറികളും വിഗ്രഹങ്ങളും ആത്മീയ സ്പർശം നൽകുന്ന മനോഹരമായിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റങ്ങളും ഇവിടെ ലഭ്യമാണ്. നമ്മുടെ പാരമ്പര്യമുയർത്തുന്ന മനോഹരമായ ട്രഡീഷണൽ വസ്ത്രശേഖരത്തിന്റെ ഉറവിടം കൂടിയാണ് മഹാദേവ ക്രിയേഷൻസ്. Always one step ahead in quality and trust. Mahadeva Creations, opposite Vennikal Shiva Temple, Kodugulam, Palappad. ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ. എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ, കൂടെ 0% EMI ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ, ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും. വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ, ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ്, ലൈവ് സർവീസ് സെന്റർ, ബോട്ട്, സീബ്രോനെക്സ്, ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ. സലാല മൊബൈൽസ്, മൂന്നുപീടിക, യുവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ.